ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു SV ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ ലഞ്ചാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അത് ഇന്നലെ കുറച്ച് ചോറ് ഉച്ചയ്ക്ക് ബാക്കി വന്നു. അപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ രാത്രി അത് വെള്ളം ഒഴിച്ച് വെച്ചു. അപ്പോൾ ഇന്ന് അതിൻ്റെ പഴങ്കഞ്ഞിയാണ് നമ്മൾ ഇന്നത്തെ ലഞ്ച്. ഇവിടെ എനിക്കും മോൾക്കുമൊക്കെ അത് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ലഞ്ച് പഴങ്കഞ്ഞി ആക്കാമെന്ന് കരുതിയത്. അപ്പോൾ അതിന് നമുക്ക് ഓരോ തരത്തിലാണല്ലോ ഓരോരുത്തർ ഈ പഴങ്കഞ്ഞി കഴിക്കുന്നത്. നമ്മളെങ്ങനെയാണ് കഴിക്കുന്നത് എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം അതിന് ചോറ് വെള്ളം ഒഴിച്ചിട്ടതാണ്, ശരിക്കും പുളിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഒരു ഡവറയിലേക്ക് മാറ്റിയിട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ ഒന്ന് ആഡ് ചെയ്യാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് ആദ്യം കാണിച്ചു തരാം. സവോള, വലിയൊരു സവോളേൻ്റെ പകുതിയെ നമ്മൾ എടുത്തിട്ടുള്ളൂ. ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ, കണ്ടോ. പിന്നെ ചെറിയൊരു ക്യാപ്സിക്കം, അതായത് ഒരു ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു അതും ചെറുതാക്കി അരിഞ്ഞത്. ബീറ്റ്റൂട്ടിൻ്റെ ചെറിയൊരു കഷ്ണം, അതും ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ. പിന്നെ ക്യാരറ്റ്, അത് ഒരു ചെറിയ ക്യാരറ്റാണ് എടുത്തത്, ചെറുതാക്കി അരിഞ്ഞിട്ട്. പിന്നെ ഒരു തക്കാളി, ചെറിയ തക്കാളിയാണ്, അതൊരു ഫുൾ തക്കാളി എടുത്തു. പിന്നെ മല്ലിയില. ഇത്രയും സാധനം നമ്മൾ ഇപ്പോൾ ഈ പഴങ്കഞ്ഞിയിലേക്ക് നമ്മൾ മിക്സ് ചെയ്യും. തക്കാളി, മല്ലിയില, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, സവോള, ക്യാപ്സിക്കം, ഇത്രയും സാധനം ആഡ് ചെയ്തു. ഇതിലേക്ക് ഇനി നമ്മൾ കുറച്ച് തൈര് ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൈരും ഉപ്പും അതിത്രയും നമ്മളിപ്പോൾ ചേർക്കും. ഇന്നലെ ഉണ്ടാക്കി വെച്ച തൈരാണ്. നമ്മളിവിടെ മൺചട്ടിയിലാണ് കേട്ടോ തൈര് ഉണ്ടാക്കാറ്. അപ്പോൾ ഈ തൈര് അത്യാവശ്യം പുളിയുണ്ട്. ഈ തൈര് നമ്മൾ നമ്മുടെ പഴങ്കഞ്ഞിയിലേക്ക് മിക്സ് ചെയ്യുന്നു. അടുത്തത് നമ്മൾ ഉപ്പ് ആവശ്യത്തിനിടുക. കുറച്ച് വേണ്ടി വരും. ഉപ്പിട്ടു. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇത് ഒന്ന് കൈ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ആ ഉള്ളീൻ്റെയും പച്ചമുളകിൻ്റെയും ഉള്ളീൻ്റെ ഒക്കെ രുചി. പച്ചമുളക് നമ്മൾ വറവിലാണ് ഇടുന്നത് കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിനി ഇത് കുറച്ചൊന്ന് താളിച്ച് ചേർത്താനുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് നമ്മൾ ചെയ്തോളുക കേട്ടോ. ഇനി താളിച്ച് ചേർത്താനുള്ള സാധനങ്ങൾ കാണിച്ചു തരാം. ആദ്യം കുറച്ച് കാഷ്യൂ ഗീയിൽ വറുത്ത് മാറ്റും. പിന്നെ കടുക് പൊട്ടിച്ച്, പിന്നെ ഉലുവ, ചെറിയ ജീരകം, വലിയ ജീരകം, ഉഴുന്ന്, ഫുള്ളായിട്ടുള്ള ഉഴുന്നാണ്, കടലപ്പരിപ്പ്, കടലപ്പരിപ്പ്, ഇത്രയും സാധനങ്ങൾ. കുറച്ച് മഞ്ഞളും കൂടിയും ചേർക്കും. ഇത് ഇത്രയാണ് താളിച്ച് ചേർക്കാനുള്ള ഇത്. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഇതൊരൊറ്റ ഗാർലിക്കേ എടുത്തുള്ളൂ ചെറുതാക്കി അരിഞ്ഞിട്ട്. ഇതെല്ലാം താളിച്ചിട്ടാണ് നമ്മൾ ഇനി മിക്സ് ചെയ്ത് വെച്ച് പഴങ്കഞ്ഞിയിലേക്ക് മിക്സ് ചെയ്യുക. നമ്മൾ ചെറിയൊരു കടായിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ സ്റ്റൗവിലാണ് ഓൺ ചെയ്തിട്ടുള്ളത്. കാഷ്യൂ വറുത്തെടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ കുറച്ച് ഗീയിലാണ് കാഷ്യൂ വറുത്തെടുക്കുന്നത് കേട്ടോ. പെട്ടെന്ന് ചൂടാവും, ചെറുതല്ലേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഞാൻ ഫുൾ കാഷ്യൂ അതിനെ കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. പെട്ടെന്ന് തന്നെ ആവും. ഒന്ന് ചെറുതായിട്ട് മൂത്താൽ നമുക്കത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ പഴങ്കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഇതായി. ഇത് ഓഫാക്കിയിട്ട് മിക്സ് ചെയ്യട്ടെ കേട്ടോ. നമ്മൾ ആ ഗീ അടക്കമാണ് അതിലേക്ക് ചേർത്തത്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത താളിപ്പ് ചേർത്താം കേട്ടോ. നമ്മൾ വീണ്ടും ആ കടായി അടുപ്പത്തേക്ക് വെച്ചു. അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. ഇനി അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. കുറച്ച് കടുക് ഇട്ടു. അതൊന്ന് പൊട്ടട്ടെ കേട്ടോ. കടുക് പൊട്ടി. ഇനി നമുക്കതിലേക്ക് 2 മണി ഉലുവ, 2 മണി ജീരകം, പെരുംജീരകം, ഉഴുന്ന്, പൊട്ടുകടല, കടലപ്പരിപ്പ് ഇതെല്ലാം കൂടി അതിലേക്ക് ഇട്ടു. എന്നിട്ട് വേഗം തന്നെ അത് ഇളക്കി കൊടുക്കുക. ചെറിയ ചട്ടിയായ കാരണം പെട്ടെന്ന് മൂക്കും. നമുക്കിത് ഓഫാക്കാം കേട്ടോ. ഓഫാക്കിയതിൻ്റെ ശേഷം നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഓഫാക്കിയത് എന്താണെന്ന് വെച്ചാൽ ഈ ചൂടിൽ ഒന്നായാൽ മതി, അല്ലെങ്കിൽ അത് വല്ലാണ്ട് അതങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ അത് ഓഫാക്കിയതിൻ്റെ ശേഷം ഇതെല്ലാം ഇട്ടു. ഇഞ്ചി ഇട്ടു, പച്ചമുളക് ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, കറിവേപ്പില ഇട്ടു. ഇനി നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അതും കൂടി വറവിലേക്ക് ഇട്ടു. അപ്പോൾ ഈ പച്ചമുളകിൻ്റെ ഒന്നും ആ പച്ച മണം അങ്ങ് മാറത്തുമില്ല, എന്നാലോ ചെറിയൊരു നല്ലൊരു സ്മെല്ലായിരിക്കും. ഇത് കടിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെയും പണി കഴിഞ്ഞു. ഇനി നമുക്കത് നമ്മുടെ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഈ താളിച്ചത് നമ്മുടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അമ്മ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇഷ്ടമായോ? ആ, പഴങ്കഞ്ഞി റെഡിയായോ? ദാ ഇനി നമുക്ക് ഉണ്ണിക്ക് കഴിക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിന് പപ്പടമൊന്നുമില്ലേ? പപ്പടവും കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഇട്ട സാധനം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. കാണുന്നുണ്ടോ? കളർഫുള്ളായിട്ടില്ലേ? പച്ചക്കറിയൊക്കെ ഇട്ടു, ആ താളിച്ചും ചേർത്തു, നല്ലൊരു കളർഫുള്ളായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കഴിക്കാം. വിശക്കുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും, അപ്പോൾ ഇനി കഴിക്കാറായി. ഇന്ന് മോളിതാ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. ടേസ്റ്റ് ചെയ്യാമെന്നല്ല കേട്ടോ, വിശന്നിട്ടാണേ. അപ്പോൾ അവൾക്ക് വിളമ്പി കൊടുക്കട്ടെ. നമ്മളെല്ലാ വറവിട്ടു, മിക്സ് ചെയ്തു. നമ്മൾ എന്നിട്ടിതാ അവൾക്ക് വിളമ്പി കൊടുക്കുകയാണ്. അവൾ കഴിച്ചിട്ട് പറയും എങ്ങനെയുണ്ടെന്ന്. ഞാനിതിവിടെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്, പക്ഷെ ഓരോ തവണ ഉണ്ടാക്കുമ്പോഴും എനിക്കതിൽ എന്തെങ്കിലും വേരിയേഷൻസ് വരുത്താനുണ്ടാവും. നമുക്ക് കഴിച്ചു നോക്കാം. അതിൻ്റെ കൂടെ എനിക്ക് അമ്മ പപ്പടവും കൊണ്ടാട്ടമുളകും തന്നിട്ടുണ്ട് കേട്ടോ. ഇനി കഴിച്ചു നോക്കൂ. കഴിക്കാം നമുക്ക്. ശ്രദ്ധിച്ച്, നിൻ്റെ ക്ലിപ്പ് പൊട്ടണ്ട. അതുകൊണ്ട് അമ്മ കപ്പലണ്ടി ഒന്നും ഇടാഞ്ഞേ. കടിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. എരിവ് ഉപ്പൊക്കെ എന്താ അവസ്ഥ? സൂപ്പർ. എരിവ് ഇഷ്ടമുള്ളവർക്ക് ഇനി ആഡ് ചെയ്യാം കേട്ടോ. പാകമാണോ? പുളിയോ എല്ലാം പാകമാണോ? നമുക്ക് പപ്പടം കൂട്ടി കഴിച്ചോക്കെ. ഇതമ്മ ആദ്യമായിട്ടല്ലേ ഉണ്ടാക്കുന്നത്? ആ,
എൻ്റെ വിദ്യമ്മ ടേസ്റ്റ് ചെയ്തൊക്കെ. നിർത്താൻ തോന്നുന്നില്ല കഴിക്കുന്ന അത്രയും ടേസ്റ്റ് ആയിട്ടുണ്ട്. കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് എന്ന്. How is it, ma'am? നൈസ്. Thank you for your appreciation. അതിൻ്റെ ശരിക്കുള്ള വേർഡ് എനിക്കറിയില്ല കേട്ടോ. നന്നായിട്ടുണ്ട്, നല്ല രുചിയുണ്ട്. ഒരു ഫ്രഷ് ഫീലിംഗ്. ആ വെജിറ്റബിൾസ് എല്ലാം ഇങ്ങനെ കടിക്കുമ്പോൾ ആ ക്രഞ്ചി, അതേപോലെ നമ്മുടെ കാഷ്യൂ അതൊക്കെ ഇട്ടുണ്ടല്ലോ, പൊട്ടുകടല, അതെല്ലാം നല്ല ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ നമുക്ക് നല്ലൊരു സ്വാദ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയൂ. നിങ്ങൾക്കിത് ഇഷ്ടമായി എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻസ് വേണം. നിങ്ങളുടെ കമൻസ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അറിയുക എങ്ങനെയാണ് നിങ്ങൾക്കത് ഇഷ്ടമായോ എന്താണെന്നുള്ളത്. കമൻസ് ത്രൂ നിങ്ങൾ അറിയിക്കണം. അങ്ങനെ ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ താങ്ക് യു, ബൈ. Signing off from Sanvika and Vidya. Ta-ta.